ഹലോ! ഇന്ന് നമ്മൾ മൂന്നാറിലാട്ടോ. ഇവിടുത്തേക്കൊരു അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇനി നമ്മൾ വന്നിരിക്കുന്നത് മൂന്നാറിലെ റോസ് ഗാർഡനിലേക്കാട്ടോ. ഇവിടെ ഈ കാണുന്നതാണ് റോസ് ഗാർഡൻ. അപ്പം നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. മൂന്നാർ സിറ്റിയിൽ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടമാണ് ഈ മൂന്നാർ റോസ് ഗാർഡൻ. ഒരുപാട് സന്ദർശകർ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ഇടവാട്ടോ ഇത്. ഇവിടെ നമ്മളെ കയറ്റുന്നത് പാസ് നൽകിയാണ്. 50 രൂപയാണ് ഫീസ്. അപ്പോൾ അത് നൽകി വേണം നമ്മളിതിനകത്തേക്ക് പ്രവേശിക്കാൻ. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിമനോഹരമായ കുറേ പൂക്കളുടെ കാഴ്ചകൾ കാണാം കേട്ടോ. ആന്തൂറിയമുണ്ട്, റോസ് ഫ്ലവേഴ്സ് ഉണ്ട്, മുല്ലപ്പൂ ഉണ്ട്, ഒരുപാട് പൂക്കൾ ഇവിടെ കാണാം. വളരെ വ്യത്യസ്തമായ ഇനം പല ചെടികളും നമ്മൾക്കിവിടെ ചുറ്റി നടന്ന് കാണാവുന്നതാണ്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ പൂക്കൾ സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായി, വളരെ കൃത്യതയോടെ, വളരെ ശുചിത്വത്തോടു കൂടി തന്നെയാണ് ഈ റോസ് ഗാർഡൻ ഇവരിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ റോസ് ഗാർഡനിൽ ഏറ്റവും അധികം റോസ് ഫ്ലവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റോസാപ്പൂക്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശേഖരം തന്നെ ഈ ഒരു ഉദ്യാനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളതിനകത്ത് ഒരു കുറവാണ് കാണുന്നത്. മറ്റ് പലതരത്തിലുള്ള പൂക്കളുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. എങ്കിലും റോസ് ഫ്ലവേഴ്സ് ഇല്ലാതെയില്ല. പല വെറൈറ്റി റോസ് ഫ്ലവേഴ്സും നമ്മൾക്കിവിടെ കാണുവാൻ സാധിച്ചു. ഇനി സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പൂക്കളുടെ ഒരു അതിവിശാലമായൊരു ഇടവാട്ടോ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചെറിയൊരു കുളം, അതിൽ ആമ്പലും ഒക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. 2 സൈഡും പൂക്കളും ചെടികളും ഒക്കെ വെട്ടി നല്ല മനോഹരമാക്കി നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരു അവധി സമയത്താണ് വന്നിരിക്കുന്നത്. ആ സമയം നല്ല തിരക്ക് തന്നെയാട്ടെ. ഈ പൂക്കൾ കാണാൻ ഒരുപാട് ആളുകൾ വരും. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈ ഒരു ഇടമായിരുന്നു കേട്ടോ. പല തരത്തിലുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏക്കർ കണക്കിനാണ്, കണ്ണെത്താ ദൂരത്താണ് നമ്മൾക്ക് ഈ പൂക്കൾ കാണുവാൻ സാധിക്കുന്നത്. നല്ല ഭംഗിയാട്ടോ, നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു സ്ഥലം തന്നെയാട്ടോ ഇത്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പല ഷേപ്പിലൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു ഇടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ലവ് ഷേപ്പിലൊക്കെയാണ് ഇത് ഉണ്ടാക്കി അതിൽ ഫോട്ടോ എടുക്കാനായിട്ട് ഇരിക്കാൻ ഒരുപാട് പേരുകളുണ്ട്. ഇത്രയും ആളുകൾ വന്ന് നല്ല തിരക്ക് കൂട്ടിയിട്ടാട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇത് നോക്കി, ഈ പൂക്കൾ കാണുന്നത് എത്ര മനോഹരമാണല്ലേ. മുകളിലും താഴേക്കായിട്ട് ഓരോ ചെറിയ താഴ്വരകളായിട്ടാണ് ഇവർ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ കുറെ കൂടി മുന്നോട്ട് വന്നപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടാണ് റോസ് ഫ്ലവേഴ്സ് കൂടുതലായിട്ട് കണ്ടത്. ഇത് നോക്കി, കുറേ ഷേപ്പിൽ ഇത് ഭംഗിയായിട്ടാണ് ഇവരിത് വെട്ടി സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ആ ഫോട്ടോയിൽ കാണുവാൻ അത്രയ്ക്ക് മനോഹരമായിരിക്കും കേട്ടോ. അത്രയ്ക്ക് പച്ചപ്പാണ്. വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും
ഒക്കെ ഒത്തിരി നല്ലൊരു സ്ഥലം. ന്യൂ കപ്പിൾസിനൊക്കെ അടിപൊളി ഏരിയ ആട്ടോ. അവർക്ക് വീഡിയോയ്ക്കൊക്കെ ഫോട്ടോയ്ക്കും ഒക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാട്ടോ ഇത്. ഇവിടെ ഇതാ നോക്കിയേ, പന്തലിട്ട് കൊടുത്തിരിക്കുകയാണ്. പൂക്കളുടെ ആട്ടോ ഇത്. പക്ഷെ ഇവിടെ കുറച്ചിങ്ങനെ ഉണങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. എങ്കിലും പല സ്ഥലങ്ങളിലും പൂക്കളുണ്ട് അതിൽ. ഈ ഭാഗത്ത് കാണുന്നത് തേയിലയാട്ടോ. റിപ്പിൾ പറയുന്ന തേയിലത്തോട്ടമാണ് ഈ കാണുന്നത്. തേയില നുള്ളി കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാട്ടോ. ഒരുപാട് മലകളാണ്. ഈ മലകളിൽ നിറച്ച് തേയിലകളാട്ടോ കാണുന്നത്. ഇനി ഇവിടെ നമ്മൾക്ക് ഒരു ചായയോ വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ, ഒരു സ്നാക്സിനൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒരു ഇടമുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട സ്നാക്സൊക്കെ കിട്ടും. ഇനി നമ്മൾ വീണ്ടും അവിടെ നിന്ന് നടന്ന് വീണ്ടും നല്ല മനോഹരമായ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുക കേട്ടോ. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഏരിയയും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെയാണ് വാട്ടർ ലില്ലി ഉള്ളത്. അതൊക്കെ ഒരു മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നത്. ഇതാട്ടോ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ചെടികളാട്ടോ. മുകളിൽ ഒരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് വേറൊരു ഏരിയയാണ്. നമ്മൾ കുറച്ച് മുന്നേ കണ്ടത് പടർന്ന് പന്തലിച്ചിരിക്കുന്ന അത് വേറെ കുറച്ച് ചെടികൾ, അതിൽ നിറച്ച് പൂക്കൾ അധികം കണ്ടില്ല. ഇത് നമ്മുടെ വാഴയില പോലെ, വാഴയുടെ ഒരു ഇതുപോലെ നമുക്കത് അങ്ങനെ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഇവിടെ പല സ്ഥലങ്ങളിലും കാണുന്നത്. പിന്നെ അങ്ങിപ്പുറത്തായിട്ട് കാണുന്ന മുഴുവൻ നമ്മൾ ഈ ഒരു വയലറ്റ് കളറിൽ കാണുന്ന മരമായിട്ട് നിൽക്കുന്ന നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. ഇത് കൂടുതൽ ഇടുക്കി, മൂന്നാർ ഭാഗത്താണ് കാണുന്നത്. ഇപ്പം നമ്മുടെ നാടുകളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അതായത് നോക്കി ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഈ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ചെടി സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ. പൂമരങ്ങളിൽ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ അല്ലേ. പൂമരങ്ങളായിട്ട് തന്നെ നിൽക്കുന്നു. എത്ര ഭംഗിയാണെന്ന് നോക്കി. കണ്ടാലും മതി വരാത്ത രീതിയിൽ തന്നെയാണ് ചെടികൾ. എവിടെ പോകണമെന്നറിയില്ല, എവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നറിയില്ല, അത്രയ്ക്ക് രസമാണ്. ഇത് സൈക്കിളിൽ തന്നെ അലങ്കരിച്ച് കുറേ കൊട്ടയൊക്കെ സൈക്കിളിൽ വെച്ചും ചെടികൾ കാണാം. ഇത് നമ്മൾ നേരത്തെ കണ്ട ബ്ലൂ കളറിലെ വയലറ്റ് കളറിലത്തെ മരങ്ങൾ നിറഞ്ഞ ചെടികളാട്ടോ ഇത്. മൂന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാട്ടോ ഇത്. ഈ റോസ് ഗാർഡൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇടവാട്ടോ ഇത്. മൂന്നാറിൽ വരുന്നവരെല്ലാവരും റോസ് ഗാർഡൻ കാണാതെ ഇവിടുന്ന് പോകത്തേയില്ല. ഇനി നീലക്കുറിഞ്ഞി കണ്ടില്ല എന്ന് ആരും പറയരുത്. ഇതാണ് നീലക്കുറിഞ്ഞി. നമ്മൾ മൂന്നാറിൽ കാണുന്ന നീലക്കുറിഞ്ഞി ആട്ടോ ഇത്. നീലക്കുറിഞ്ഞി പൂത്തത് വർഷത്തിൽ 12 വർഷം കൂടുമ്പോഴല്ലേ കാണുള്ളൂ. പൂത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത്രയും നമുക്ക് കാണാൻ പറ്റും. ഇനി വീടുകളിലൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. അങ്ങനെയുള്ള ഐഡിയാസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. എത്ര ദൂരത്തിലാണെന്ന് നോക്കിയാൽ നമ്മുടെ ചെടികൾ പൂന്തോട്ടം നിൽക്കുന്നതെന്ന് നോക്കിയാൽ. ഞാനിപ്പോൾ ഇതേ മുകളിലത്തെ സ്ഥലത്ത് കയറി നിന്നിട്ട് കാണുന്ന ആട്ടോ. താഴേക്കുണ്ട് ഒരുപാടുണ്ട് കുറച്ച് വഴികൾ, വീണ്ടും ചെടികൾ, അങ്ങനെ ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് നമ്മുടെ ഈ പൂന്തോട്ടം. ഇവിടെയാണ് ചെടി സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അതായി കാണുന്നതൊക്കെ സെയിൽ ചെയ്യാനായിട്ടുള്ളത് തന്നെയാണ്. പൂ പിടിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറേ ചെടി നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കാണാനായിട്ട് ഒരു പ്രത്യേക കളർ. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതൊരു വെറൈറ്റിയാണ്. ഞാൻ ഇതിനെ കണ്ടിട്ടില്ല അങ്ങനെ. ഇതൊക്കെ എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടി. ഇത് നല്ല കളേഴ്സാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ ഇടാനായിട്ട് നല്ലതാട്ടോ. അങ്ങനെ ഒരുപാട് ചെടികളുടെ ശേഖരം. ഇതിനൊക്കെ ഒരു 200 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ചെറിയ തൈകളൊക്കെ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെടി 1-2 ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. വാങ്ങി ഞങ്ങളിവിടെ നിന്ന് യാത്രയായി അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണ്. അത് എവിടെ നോക്കിയാലും മരങ്ങളാണ്. ആ മരം നിറച്ച ചെടികളും കേട്ടോ. ഇതാണ് റോസ് ഗാർഡൻ. അടിപൊളി വ്യൂസ് അല്ലേ. എത്ര രസമുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ ഉള്ളതെന്നറിയാമോ.
നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാം. പിന്നെ ഇവിടെ സെയിൽ ചെയ്യാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ചെടികൾ വേണമെങ്കിൽ വാങ്ങേണ്ടവർക്ക് വാങ്ങാം. വളരെ മനോഹരമായിട്ടുണ്ട്. ഒരുപാട് പൂക്കൾ. ഏറ്റവും കൂടുതൽ സീനിയയാണ് ഞാനിവിടെ കണ്ടത്. കളർഫുൾ പല വെറൈറ്റി സീനിയ ഞാൻ കണ്ടു. അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല കമൻസോടെ തന്നേക്കാൻ മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തുള്ളൊരു വീഡിയോ കൊണ്ട് എല്ലാവർക്കും ടാറ്റാ.